സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, നമ്മുടെ ഇമൂസാമ പോലും തല കുത്തി നിന്നിട്ട് പോലും ഇമൂസാമയ്ക്ക് കൈവശം ആക്കാൻ പറ്റാത്ത കുറച്ച് ഡെവിൽ ഫ്രൂട്ട്സ് ഉണ്ട് നമ്മുടെ 1BC. കുറച്ചല്ല, 4 ഡെവിൽ ഫ്രൂട്ട്സ്. ആ 4 ഡെവിൽ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോന് ചെറിയൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട്. 100 ലൈക്സ് ആണ് ഇന്നത്തെ വീഡിയോന് വെക്കുന്ന ടാർഗറ്റ്. ഇത് നിങ്ങൾക്കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനധികം പറഞ്ഞു കേൾപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയേക്കാം. ഈ ലിസ്റ്റിൽ ആദ്യം വരുന്നത് ഞാൻ അധികം പറയുന്നില്ല, നമ്മുടെ ലൂഫിയുടെ തന്നെ ഡെവിൽ ഫ്രൂട്ടാണ്. നമുക്കറിയാം, ഈ ഡെവിൽ ഫ്രൂട്ട് നമ്മുടെ ഇമൂസാമ കൈവശം ആക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അവർ ഇതും കൊണ്ട് വരുന്ന സമയത്ത് CP0 അല്ലെങ്കിൽ CP9 ഇവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ റെഡ് ഹെയർ പാരറ്റ്സ് അത് മോഷ്ടിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അത് നമ്മുടെ ലൂഫിയുടെ വില്ലേജ് എന്ന കോഷോ വില്ലേജ് അങ്ങനെ ഇതിൻ്റെ പേര്, ആ വില്ലേജിൽ വെച്ച് നമ്മുടെ ലൂഫി അത് കഴിക്കുകയാണ് ഉണ്ടായത്. അതോടുകൂടി നമ്മുടെ ഇമൂസാമയ്ക്ക് ഈ ഡെവിൽ ഫ്രൂട്ട് നഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ ഇമൂസാമ കൈവശാക്കാൻ പറ്റിയ ഇതുപോലെ തന്നെ ഒരു ഡെവിൽ ഫ്രൂട്ടായിരുന്നു നമ്മുടെ ഊട്ടാൻ്റെ ഡെവിൽ ഫ്രൂട്ട്. ഊട്ടാൻ്റെ ഡെവിൽ ഫ്രൂട്ട് കൈവശാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതും നമ്മുടെ റെഡ് ഹെയർ പാരറ്റ്സ് തന്നെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേങ്കിൽ അത് നമ്മളെ ലൂഫിക്ക് പകരം നമ്മുടെ ഊട്ടിയാണ് കഴിച്ചിട്ടുള്ളത്. ഡെവിൽ ഫ്രൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ ബ്രോക്കൺ ആയിട്ടുള്ള ഒരു എബിലിറ്റിയുള്ള ഡെവിൽ ഫ്രൂട്ട് തന്നെയാണ്. സോങ് ഫ്രൂട്ട് എന്നെങ്ങനെയാണ് അതിൻ്റെ പേര്. ആ സോങ് വെച്ച് നമുക്ക് മറ്റുള്ളവരുടെ മൈൻഡ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിലൊരു പ്രത്യേക ലൈൻസ് നമ്മൾ പാടുകയാണെങ്കിൽ നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു ഡീമണെ സമ്മൺ ചെയ്യാൻ പറ്റും. ആ ഡീമൺ വളരെ പവർഫുൾ ആയിരുന്നു. നമ്മുടെ സ്ട്രോ ഹാറ്റ്സ്, അതുപോലെ തന്നെ റെഡ് ഹെയർ പൈരറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ കാറ്റഗറി, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ ഡീമനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഡെവിൽ ഫ്രൂട്ടും വളരെ ബ്രോക്കണാണ്. നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പണി പാളിയാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ ഓപ്പോപ്പ് നോമിയാണ്. ഈ ഓപ്പോപ്പ് നോമി എന്ന് പറയുന്ന ഡെവിൽ ഫ്രൂട്ടിന് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് 5 ബില്യൺ ആയിരുന്നു ബൗണ്ടിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേങ്കിൽ അത് നമ്മുടെ ഡോഫ്ലോമിംഗോൻ്റെ ബ്രദറായ കൊറോസാൻ, അങ്ങനെയായിരുന്നു പേര്, കൊറോസ്വാൻ എന്നോ, എനിക്ക് കൃത്യമായിട്ട് പേര് ഓർമ്മയില്ല. അയാൾ സ്റ്റോൾ ചെയ്യുകയോ അതിനുശേഷം നമ്മുടെ ലോന് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ഉണ്ടായത്. ഈ ഡെവിൽ ഫ്രൂട്ടും വളരെ OP ആയിട്ടുള്ളൊരു ഡെവിൽ ഫ്രൂട്ട് തന്നെയാണ്. നമുക്കറിയാം, ഇമ്മോർട്ടാലിറ്റി സർജറി വരെ ഈ ഡെവിൽ ഫ്രൂട്ട് വെച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ഡെവിൽ ഫ്രൂട്ടിന് നമ്മുടെ ഇമൂസാമയും വേൾഡ് ഗവൺമെൻറ് ഇത്രയും പ്രാധാന്യം നൽകിയത്. നമുക്കറിയാം, ഈ ഡെവിൽ ഫ്രൂട്ട് വെച്ച് വേണമെങ്കിൽ ഇമൂസാമയുടെ ഇമ്മോർട്ടാലിറ്റി വരെ ഇല്ലാതാക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഡെവിൽ ഫ്രൂട്ടിന് നമ്മുടെ സ്റ്റോറിയിൽ വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെയുണ്ട്. ഇനി അടുത്ത ഡെവിൽ ഫ്രൂട്ട് ഏതാണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ലിസ്റ്റിൽ അവസാനം വരുന്ന ഡെവിൽ ഫ്രൂട്ട് മറ്റാരുടെയും അല്ല, നമ്മുടെ ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ടാണ്. ഇതിൻ്റെ പേരൊന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഡെവിൽ ഫ്രൂട്ടും നമ്മുടെ ഇമൂസാമ കൈവശാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോളി നൈറ്റ്സിനെ വിട്ടിട്ട് നമ്മുടെ ലോക്കിനോട് ഹോളി നൈറ്റ്സ് ചേരാൻ പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ നമ്മളെ ലോക്കി അത് റെഫ്യൂസ് ചെയ്യാണ് ഉണ്ടായത്. അതിനുശേഷം നമ്മൾ ഈ ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവറും കണ്ടിട്ടുണ്ട്. ഈ ഡെവിൽ ഫ്രൂട്ട് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഡെവിൽ ഫ്രൂട്ടായി നമ്മുടെ 1BCയിൽ ഇപ്പം മാറിയിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ ഡെവിൽ ഫ്രൂട്ട് യൂസർ നമ്മുടെ ഏൻഷ്യൻ ടൈമിൽ നമ്മുടെ ഇമൂസാമയുടെ കൂട്ടിയായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ. അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും അറിഞ്ഞൂടാ. പക്ഷേ നമ്മുടെ ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ട് വളരെ ബ്രോക്കണാണ്. അതുപോലെ തന്നെ ലോക്കി നമ്മുടെ ലൂഫിയുടെ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫൈനൽ വാറിൽ നമ്മുടെ ലോക്കി വലിയൊരു റോള് വഹിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ലോക്കിനെയും കുറിച്ച് ഒരു ഇൻക്രെഡിബിൾ തിയറി ഇപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. ആ തിയറി എന്താണെന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പേജ് കാര്യം ഞാൻ അവസാനമായിട്ടുള്ള ഷോർട്സ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സംബന്ധിച്ച് കാണുന്നവരെ ബൈ.